ജില്ലയിൽ വെള്ളം കയറിയ പ്രദേശങ്ങൾ റവന്യൂ അധികൃതരും സ്ഥലം എംഎൽഎയും മേയറും സന്ദർശിച്ചു. കല്ലുകെട്ടുചിറ, അത്താഴക്കുന്ന്, കൊറ്റാളി ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ സ്ഥലങ്ങളിലാണ് അധികൃതർ സന്ദർശനം നടത്തിയത്. 4 ദിവസത്തോളമായി ജില്ലയിൽ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കതും ഇപ്പോഴും വെള്ളം കയറിയിട്ടാണുള്ളത്. ഇടവേളയില്ലാതെ കോരിച്ചൊരിയുന്ന മഴയെ തുടർന്ന് കണ്ണൂരിൽ പലയിടത്തും വെള്ളപ്പൊക്കക്കെടുതിയിലാണുള്ളത്. നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട നിലയിലുമാണുള്ളത്. വെള്ളം കയറി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. നിരവധി റോഡുകൾ വെള്ളം നിറഞ്ഞ് പുഴ സമാനമായി. കണ്ണൂർ മേഖലയിൽ എളയാവൂർ, താഴെചൊവ്വ, മണൽ, വളപട്ടണം, പള്ളിയാമൂല, അഴീക്കോട്, നടാൽ, കക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലും കല്ലുകെട്ടുചിറ, അത്താഴക്കുന്ന്, കൊറ്റാളി എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. സ്ഥലം റവന്യൂ അധികൃതരും സ്ഥലം എംഎൽഎയും സന്ദർശിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ വീടുകളിൽ നിന്നും ഇറങ്ങാനാവുന്നില്ല. അനേകം വീടുകൾ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. 71 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 4 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. അഗ്നിരക്ഷാ സേനയും ദുരന്ത നിവാരണ സേനയും വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലാണ്. 4 ദിവസമായി പെയ്യുന്ന മഴ ബുധനാഴ്ച രാത്രിയോടെ അതിതീവ്രമാവുകയായിരുന്നു. ജില്ലയിലെ 10 മഴമാപിനി കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറിനിടെ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തളിപ്പറമ്പിൽ 127.8ഉം ഇരിക്കൂറിൽ 127ഉം മഴയുണ്ട്. പഴശ്ശി പദ്ധതിയുടെ 18 ഷട്ടറുകളും തുറന്നതോടെ പഴശ്ശി പാർക്കിലും വെള്ളം കയറിയിട്ടുണ്ട്. മയ്യഴി അടക്കം നിരവധി പുഴകൾ കരകവിഞ്ഞ നിലയിലാണ്. അഴീക്കലിലും കടലേറ്റം രൂക്ഷമാണ്.